നമ്മളിന്ന് നോക്കുന്നത് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ നോക്കുന്നത് ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്ര. അപ്പോൾ ചന്ദ്രൻ്റെ പലായന പ്രവേഗം ഇപ്പോൾ ഫിസിക്സിൽ നമ്മൾ PSCയിൽ ചോദിക്കുന്ന ഒരു പ്രധാന PYQ ആണ് പലായന പ്രവേഗം. അപ്പോൾ പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ട പ്രവേഗം. ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ട പ്രവേഗത്തെയാണ് നമ്മൾ പലായന പ്രവേഗം അല്ലെങ്കിൽ എന്ത് പറയുക, എസ്കേപ്പ് വെലോസിറ്റി. പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. അതായത് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന നേർരേഖാ ദൂരമാണ് പ്രവേഗം. അപ്പോൾ നമ്മളൊരു ഗ്രഹത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഉപഗ്രഹത്തിൻ്റെയോ ഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആകാശത്തിലുള്ള ഏത് വസ്തുവിൻ്റെയും ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണം. അതായത് അതിൻ്റെ ഗ്രാവിറ്റിയിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യണം. അതിന് വേണ്ട പ്രവേഗമാണ് പലായന പ്രവേഗം. അതായത് ആ ഗ്രഹത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പുറത്ത് കടക്കണം. അപ്പോൾ അതിന് നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കണം, അതാണ് ചോദിച്ചത്. അപ്പോൾ ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കണം, അപ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നമുക്കറിയാം ചന്ദ്രൻ്റെ G എത്രയാണ്. ചന്ദ്രൻ്റെ G എന്ന് പറഞ്ഞാൽ 1.62 ആണ്. എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രൻ്റെ G എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. G എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കൊടുക്കുന്ന ത്വരണം, അതായത് ചന്ദ്രൻ്റെ ത്വരണം. ചന്ദ്രൻ ഒരു വസ്തുവിനെ അതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യാണ്? അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ചന്ദ്രനിലേക്ക് വരുന്ന ഒരു വസ്തുവിന് ഉണ്ടാവുന്ന ചന്ദ്രൻ പ്രയോഗിക്കുന്ന ത്വരണമാണ് ചന്ദ്രൻ്റെ G. അതായത് ഈ G ആണ് നമ്മൾ ഒരു വസ്തുവിലെ വെയിറ്റ് നിർണ്ണയിക്കുക. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W=mg ആണ് അല്ലേ. അപ്പം വെയിറ്റ്, ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ മാസും Gയും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് ഒരു വസ്തുവിൻ്റെ മാസും Gയും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് ഒരു ഗ്രഹം കൊടുക്കുന്ന എന്ത്, അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ചന്ദ്രനിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് ഒരിക്കലും മാറൂല. നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ മാസ് എന്ത് ചെയ്യില്ല, മാറൂല. മാസ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഒരു സ്ഥിരസംഖ്യയാണ് അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റത്തിൻ്റെ അളവാണ് മാസ്. മാസ് ഒരിക്കലും നമ്മൾ ഏത് ഗ്രഹത്തിൽ ചെന്നാലും നമ്മുടെ മാസ് എന്ത് ചെയ്യില്ല, മാറൂല. പിന്നെ മാറുന്ന എന്താണ്? ആ ഗ്രഹത്തിൻ്റെ ത്വരണമാണ്. G ആണ് മാറുക. ഒരു ഗ്രഹം നമ്മൾ പ്രയോഗിക്കുന്ന ത്വരണം, ആക്സിലറേഷൻ ആണ് എന്ത് ചെയ്യുക, മാറുക. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ G ആണ് വരുന്നത്. ഓരോ ഗ്രഹത്തിനും ഓരോ G ആണ്. Gയുടെ മൂല്യം കൂടുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ എന്ത് കൂടും? വെയിറ്റ് കൂടും. അപ്പോൾ ഏത് ഗ്രഹത്തിലാണോ നമ്മൾ ചെന്നിറങ്ങുന്നത്, എവിടെയാണോ Gയുടെ മൂല്യം കൂടുതലുള്ളത് അവിടെ ഭാരം കൂടുതലും, എവിടെയാണോ Gയുടെ മൂല്യം കുറവുള്ളത് അവിടെ ഭാരം എന്തായിരിക്കും? കുറവുമായിരിക്കും. അപ്പോൾ ചന്ദ്രനിൽ Gയുടെ മൂല്യം കുറവാണ്. എത്രയാണ്? 1.62 ആണ്. അപ്പോൾ നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് അനുഭവപ്പെടുന്നത് നമ്മുടെ മാസിനെ G കൊണ്ട് ഗുണിക്കുമ്പം അവിടുത്തെ G എത്രയേ വരുന്നുള്ളൂ? 1.62 ചന്ദ്രനിലെ G വരുന്നുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടാൻ എന്താണ്? എളുപ്പമാണ്. അപ്പോൾ രക്ഷപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പലായന പ്രവേഗം എന്ത് മതി? കുറച്ച് മതി. നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രവേഗം കുറച്ച് മതി. കാരണം G എന്താണ്? കുറവാണ്. G കുറയുമ്പം പലായന പ്രവേഗം എന്ത് ചെയ്യും? കുറയും അല്ലേ. എളുപ്പത്തിൽ നമുക്ക് ഒരു ഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു ഗ്രഹത്തിൽ നിന്നോ ഉപഗ്രഹത്തിൽ നിന്നോ ആകാശ വസ്തുവിന് എന്ത് ചെയ്യാം? എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം എത്രയായിരിക്കും ചന്ദ്രൻ്റെ ഇത് വരിക? ഇതിൽ ഏറ്റവും കുറവുള്ളത് ഏതാണ്? എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു കൃത്രിമോപഗ്രഹത്തിൽ കയറിയിട്ട് ഒരു സെക്കൻഡിൽ എത്ര സഞ്ചരിച്ചാൽ മതി? എത്ര സ്പീഡുള്ള ഉപഗ്രഹത്തിൽ സഞ്ചരിച്ചാൽ മതി? ഒരു സെക്കൻഡിൽ 2.4 കിലോമീറ്റർ സ്പീഡുള്ള ഒരു കൃത്രിമ ഉപഗ്രഹത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സഞ്ചരിച്ചാൽ മതി. നമ്മൾ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു കൃത്രിമോപഗ്രഹത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പോകണം? അതിൻ്റെ സ്പീഡ് എത്ര വേണം? 2.4 കിലോമീറ്റർ വേണം. അത്രയും സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രനിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലും പറ്റൂല. കാരണം എന്താണ്? ഇറങ്ങാൻ കാല് കുത്തുന്നതന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മൾ ഈ ചാടിയാണ് പോവുക. കാരണം അവിടെ G എന്താണ്? Gൻ്റെ വാല്യൂ കുറവാണ്. എന്നാൽ ഭൂമിൻ്റെ കേസാണെങ്കിലോ, ഭൂമിയിൽ G എത്രയാണ് വരുന്നത്? ഭൂമിയിൽ G വരുന്നത് 9.8 ആണ്. ഭൂമിയുടെ G എത്രയാണ്?
ഭൂമിയുടെ ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിയുടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടുണ്ടാവുന്ന ജി എത്രയാ? 9.8 ആണ് അല്ലേ? ചന്ദ്രനെക്കാട്ടും ഒരുപാട് ജി നമുക്ക് കൂടുതലാണ് അല്ലേ? അപ്പം നമുക്ക് രക്ഷപ്പെടാൻ എത്ര വേണ്ടി വരും? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് സ്പേസിലേക്ക് പോകണം. അപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് സ്പേസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന പേടകത്തിന് എത്ര സ്പീഡ് വേണം? ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡ് വേണം. അപ്പോൾ ഭൂമിയുടെ പലായന പ്രവേഗം, ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്രവേഗം എത്രയാണ്? ഒരു സെക്കൻഡിൽ നിങ്ങൾ എത്ര സഞ്ചരിക്കണം? 11.2 കിലോമീറ്റർ സഞ്ചരിക്കണം. നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിലൊക്കെ ഇതാണ് സ്പീഡ്. നമ്മളെ കൃത്രിമോപഗ്രഹങ്ങളൊക്കെ ഭൂമിയുടെ ഭ്രമണപഥം കടത്തി കൊടുക്കണമെങ്കിൽ ഈ സ്പീഡിൽ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. ഇനി 618, ഇതാരുടെ പലായന പ്രവേഗ? 618 വളരെ കൂടുതലാണ്. ഇത് സൂര്യൻ്റെ പലായന പ്രവേഗമാണ്. ആരതാണ്? സൂര്യൻ്റെ പലായന പ്രവേഗം. കാരണം സൂര്യൻ്റെ ജി എത്രയാ? സൂര്യൻ്റെ ജി 274 സൂര്യൻ്റെ ജി എത്രയാണ്? 274. സൂര്യൻ്റെ ജി വരുന്നത് 274. അപ്പോൾ പലായന പ്രവേഗം എന്തെങ്കിലും കൂടും. സൂര്യന് രക്ഷപ്പെടാനേ പറ്റില്ല. ഒരു സെക്കൻഡിൽ 618 കിലോമീറ്റർ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ സൂര്യനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം സങ്കല്പിക്കേണ്ട. പിന്നെ ഇതാരതാണ്? 59.7. ജിയുടെ മൂല്യം ഏറ്റവും കൂടിയ ഗ്രഹം. ജിയുടെ മൂല്യം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. ജിയുടെ മൂല്യം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. അതുകൊണ്ട് പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴം. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിലെ ജി എത്രയാണ്? വ്യാഴത്തിലെ ജി 24.7. എത്രയാണ്? 24.7 24.7. ഇത്രയും ജി വ്യാഴത്തിലുണ്ട്. അപ്പോൾ പലായന പ്രവേഗം എന്തെയും കൂടും. അപ്പോൾ വ്യാഴത്തിൻ്റെ പലായന പ്രവേഗം 59.7 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഏറ്റവും പലായന പ്രവേഗം കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും പലായന പ്രവേഗം കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏതിനാണ് പലായന പ്രവേഗം കൂടിയ ഗ്രഹം? വ്യാഴമാണ്. പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറഞ്ഞ ഗ്രഹമായ ബുധനാണ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടിയ ഗ്രഹമായ വ്യാഴമാണ്. ചന്ദ്രൻ ഗ്രഹമല്ല, ഉപഗ്രഹമാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യൻ്റെ പലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. വ്യാഴത്തിൻ്റെ പലായന പ്രവേഗം 59.7 കിലോമീറ്റർ പെർ സെക്കൻഡ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ആരാണ്? വ്യാഴമാണ്. പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? ബുധനാണ്. ഏതാണ്? ബുധൻ. ബുധൻ്റെ പലായന പ്രവേഗം എത്രയാണ്? ബുധൻ്റെ പലായന പ്രവേഗം, ബുധനിലെ ജി എത്രയാണ് വരിക? ബുധനിലെ ജി വരുന്നത് 3.6 എത്രയാണ്? 3.6 ബുധനിലെ ജി വരുന്നത്. ബുധൻ്റെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി വരിക 4.2 എത്രയാണ്? 4.2 ബുധൻ്റെ എന്ത് വരിക? പലായന പ്രവേഗം വരിക. 4.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 4.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ചന്ദ്രൻ ഉപഗ്രഹമാണ്. അപ്പോൾ പലായന പ്രവേഗം നിർണ്ണയിക്കുന്ന ഘടകം ഏതാണ്? ജിയുടെ മൂല്യമാണ് പലായന പ്രവേഗം നിർണ്ണയിക്കുക. ജി ആർക്കാണോ കൂടുതൽ ആ ഗ്രഹത്തിന് പലായന പ്രവേഗം കൂടുതലും, ജി ആർക്കാണോ കുറവ് ആ ഗ്രഹത്തിന് പലായന പ്രവേഗം കുറവായിരിക്കും. ഇനി ഏത് ആകാശഗോളത്തിനാണോ ജി ഏറ്റവും കുറവ് ആ ഗ്രഹത്തിന് പലായന പ്രവേഗം വളരെ കുറവും, ഏത് ആകാശഗോളത്തിനാണോ ജി കൂടുതൽ അവിടെ പലായന പ്രവേഗം കൂടുതലായിരിക്കും. കാരണം സൂര്യന് രക്ഷപ്പെടാൻ സാധിക്കാത്തത് സൂര്യന് അത്രത്തോളം എന്തുണ്ട്? പലായന പ്രവേഗം, സൂര്യന് അത്രത്തോളം ജി ഉണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ്റെ പലായന പ്രവേഗം അത്രത്തോളം കൂടാൻ കാരണം. സൂര്യൻ്റെ പലായന പ്രവേഗം എത്രയാണ്? 618. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്.